ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച സഫ മെഹനുവിൻ്റെ ഒരു ഒളിച്ചോട്ട കേസാണ്. മെഹനാസ് ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 14-ാം തീയതി ഓള് എനിക്ക് നല്ലൊരു പണി തന്നിട്ടാണ് പോയിട്ടുള്ളതെന്ന്. പക്ഷേ സഫ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ നിർത്താതെ വരുന്നുണ്ട്, ഞാൻ എവിടേക്കും പോയിട്ടില്ല, അത് വെറുതെ തോന്നലാന്നൊക്കെ. പക്ഷേ ഇന്നലെ വേറൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സംഭവം അതല്ല, നമ്മൾ പറയേണ്ടത് അതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അത് റീച്ചിന് വേണ്ടിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം കാണേണ്ട നമുക്കത് ഉള്ളിൽ കയറി വിലയിരുത്താനുള്ള കഴിവൊന്നും ഇല്ലല്ലോ. പണ്ട് മൈനാസിനെ കുറിച്ചിട്ട് റിഫൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ സന്ദേശം നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഇപ്പം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയണം? ആ ഓഡിയോ സന്ദേശം ഫസ്റ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലും മെഹനാസ് എങ്ങനെയായിരുന്നു? കുഞ്ഞിനൊന്നും ഓൻ അങ്ങനെ നോക്കലൊന്നുമില്ല. വീട്ടിലായ സമയത്തും എന്താ പറയുക, ഓന് ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞെടുത്തേക്ക് പോയാലൊക്കെ ഓന് ദേഷ്യമായിരുന്നു. ഓനങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല കുഞ്ഞിനൊന്നും. മേനാസിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അത് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായം വരേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ അന്ന് സംഭവിച്ചത് അതേപോലെ ഇപ്പോൾ സംഭവിക്കുകയാണെന്നൊരു ഇല്ലുമിനാലിറ്റി ഒരു തോന്നൽ നിങ്ങൾക്കില്ലേ? കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് റിഫ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് റിഫ പറഞ്ഞിട്ടുള്ളൊരു റിഫൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നിട്ട് സ്വയം വിലയിരുത്താം. അതേ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അത് ശരിയാണോ അല്ലെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാം, എന്താണ് നിങ്ങളൊരു ഒപ്പീനിയൻ. ആദ്യം ഫസ്റ്റ് നിങ്ങൾ റിഫൻ്റെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കുക. ഇതങ്ങനല്ല, ഇത് ശരിക്കും ആണുങ്ങളെ തല്ലുന്നില്ലേ അതുപോലത്തെ തല്ലണ്ട എന്നെ കൊല്ലുന്നു. അനക്കെന്തെങ്കിലും ആയി പോയാലും പേരെന്താക്കും? എന്നെ സഹിക്കണ്ടേ? എന്റെ തലക്കൊക്കെ അടിയേറ്റിട്ട് അനക്കെന്തെങ്കിലും ആയിപ്പോയാലും പിന്നെ കട്ടിനോണ്ടായിട്ട് ഇടിച്ചത് ഇതല്ല, ഇത് പിടിച്ചിട്ട് കൊണ്ടുപോയി കുത്തിയത് എന്റെ അടുത്ത് പിടിച്ചു കുത്തി. പറയാനെ കൊറേ ഉണ്ടോ. എന്നപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, തല്ലിയിട്ടുള്ള പരിഹാരം ഞാനായിട്ട് കൊടുക്കൂല, മറ്റുള്ളവരും കിട്ടുന്ന കണ്ടിട്ട് ഞാൻ മനസ്സിലുള്ള ലാസ്റ്റ് അതാണ് നീ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സഫ മെഹനു അന്ന് റിഫനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. എനിക്ക് റിഫന് ഭയങ്കര വെറുപ്പാണ്, ഖബറിൽ കിടക്കുന്ന റിഫനെ എനിക്ക് വെറുപ്പാണ്. ആ വാക്കാണ് അന്നോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ രണ്ടാം കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരും. കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഛർദ്ദിക്കല്ലേ, അല്ലാതെ പ്രൈവറ്റ് ആക്കി വെക്കലല്ലേ. എല്ലാ കാര്യങ്ങളും വന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ച് ആക്കാനും വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അത് കാണുന്ന ആൾക്കാർ അഭിപ്രായം പറയും. അതൊക്കെ കേട്ട് നിൽക്കാൻ കെൽപ്പുള്ളവർ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിന്നാൽ പോരെ. അപ്പോൾ അന്ന് സഫ പറഞ്ഞത് അത്രയും മോശമായിട്ടുള്ളൊരു വാക്കായിരുന്നു. അത് ഞാൻ കേൾപ്പിക്കണില്ല, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എനിക്ക് റിഫയെ ഭയങ്കരമായിട്ടുള്ള വെറുപ്പാണെന്നാണ് അന്ന് സഫ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ഇതൊന്ന് കണ്ടോ, ഈ ഒരു ഓഡിയോ. അവന്റെ അടുത്ത് വേറെ എന്തൊക്കെ തെളിവുണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. ടീഷർട്ട് അതെന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ എന്റെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ കൊണ്ടുപോയിട്ട് 7 ദിവസമായിട്ട് വണ്ടീന്റെ ഇത് തന്നില്ലാന്ന്. ഇത് അടക്കാൻ തന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, വേറെ ആളെ ഏൽപ്പിക്കാൻ നിന്ന്. അപ്പൊ ആ പുള്ളി വന്നിട്ടാകുമ്പോ വണ്ടിയിൽ ലഗേജ് വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പുള്ളി എന്തായാലും കൊച്ചിയിലൊരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട് റെന്റിന്. അപ്പൊ അത് കിട്ടണ വരെ എന്റെ ഫ്ലാറ്റിൽ ജസ്റ്റ് ബാഗ് വെച്ചു. അപ്പൊ ഇവന്റെ ഫ്രണ്ടാണ് ലല്ലു. അപ്പൊ ലല്ലുവിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇവന്റെ ആകെ ഒരു ടീഷർട്ടോ അങ്ങനെ എന്തോ ലല്ലുവിന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പ്രൂഫും കുറച്ച് കാര്യങ്ങളും. ലല്ലു ആണ് ഈ ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ്. ആ അതാണ് തൊപ്പീന്റെ ലൈനല്ലായിരുന്നു ഫസ്മിന. അതാണ് സംഭവം. അതാണ് ഇതിലുള്ള റോള്. അവര് ഡിവോഴ്സ് ഒക്കെ അവരിതായി ലീഗലി ഒന്നും ഉണ്ടായില്ല, നിക്കാഹ് കഴിച്ചിട്ടു അതെല്ലാം കഴിഞ്ഞ് അവരിപ്പോ ഒരു ബന്ധമില്ല. എന്നാ പോലും അവള് അവനെ വെറുതെ വിടുന്നില്ല. അതാണ് അതാണ് ഇന്നലെ രണ്ടെണ്ണം കൂടി എന്നെ ഭീഷണി ആയിരുന്നു. ഇന്നലെ എന്തൊക്കെ സംഭവം ഉണ്ടായെന്നറിയോ? ഇവിടെ ഉണ്ടായ എന്നെ തിരൂര് വരുത്തിച്ചിട്ട് ഒന്ന് തിരൂര് വരുത്തിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്റെ കൂടെ ആരുമില്ല കുറെ നോണയൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിലെ നോണയൊക്കെ പൊക്കി. എന്നിട്ട് നല്ല അടി കിട്ടി മേനുവിന് പോലീസുകാരൻ്റെ പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാരണം മേനു എന്റെ അടുത്ത് മേനുവിന്റെ കൂട്ടുകാരൻ എന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒറ്റക്കാ വന്നെന്ന് എന്റെ അടുത്ത് പറഞ്ഞേ. അവിടെ എത്തിയപ്പോ മേനുവിന്റെ കൂട്ടുകാരനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മേനുവിന്റെ കൂട്ടുകാരന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാളേന്ന് പറഞ്ഞു. വന്നപ്പോ പുറകെ കൂടെ പുള്ളി വന്നെന്നൊക്കെ പറഞ്ഞു. അപ്പോത്തിനും പുള്ളീനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോഴേക്ക് പുള്ളി പറഞ്ഞു വാപ്പ മരിച്ചാലോ അവിടെ ആണ്ടാന്ന് പറഞ്ഞു. ഇത്രയും ഓഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ?
ഒന്നെങ്കിൽ ഇവർ ഈ കളിക്കുന്ന നാടകമാണ്, അതായത് റീച്ചിന് വേണ്ടിയിട്ടുള്ളൊരു നാടകം. കാരണം യൂട്യൂബിലും ഇതിലൊന്നും വ്യൂസ് ഇല്ലല്ലോ. വ്യൂസ് ഇല്ലാതെ ആകെ ഇങ്ങനെ ഇടങ്ങറായിക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആണോ ഈ സംഭവം എന്ന് ഒരു തോന്നലില്ലായികയില്ല. കാരണം എന്താ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് റീച്ചിന് വേണ്ടി കളിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് എല്ലാവരും റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചാനലിലൊരു റീച്ച് കൂടല്ലേ. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, റിഫൻ്റെ ഒരു ശാപം ഇവരെ വിട്ടുപോയിട്ടില്ല. കാരണം അന്ന് ഇവരെന്തൊക്കെയോ ചെയ്യും. അന്ന് റിഫ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള ഉത്തരം പോലും ഇപ്പോഴും ആർക്കും കിട്ടിയില്ല. എന്തിന് ചെയ്തു? കാരണം മേനാസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഓഡിയോസും കാര്യങ്ങളൊക്കെ അന്ന് ഇതേപോലെ ഇന്ന് സഫ പറയുന്ന അതേ കാര്യങ്ങൾ അന്ന് സംഭവിച്ചിരുന്നു. പക്ഷെ അതൊരു റിയാലിറ്റി ആയിരുന്നെങ്കിൽ ഇന്നത് വേറൊരാൾ ജീവിതത്തിൽ കൂടെ നമ്മൾ നേരിട്ട് കാണുക. ഒരു പുനരാവിഷ്കരണം എന്നൊക്കെ പറയില്ല, ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്തോ ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കർമ്മ എന്നുള്ളൊരു സാധനം അങ്ങനെയാണ്, അത് ഒരിക്കലും അത് തിരിച്ചു വരാതെ പോവില്ല. കാരണം ആർക്കൊക്കെ എന്തൊക്കെ ദോഷം ഇടങ്ങേറുണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് അനുഭവിച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ കർമ്മ ആയിരിക്കും, കാരണം അന്ന് റിഫ എന്തൊക്കെ അനുഭവിച്ചിട്ട് അത് ഇന്ന് സാഫി അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ള കളി. രണ്ടിലേതെങ്കിലും ഒരു സംഭവം. ഏതൊരു ഹസ്ബൻഡും തേടി പോവില്ലേ? കാരണം സ്വന്തം ഫ്ലാറ്റിൽ 2 ദിവസം എന്നെ പുറത്താക്കിയിട്ട് 2 ദിവസം വേറൊരു 2 പിള്ളേരെ ഒരേ റൂമിൽ കിടന്നിട്ട്, ആ റൂമിൽ ഞാൻ പോയവിടെ എനിക്ക് തോന്നിയില്ലേ. കാരണം ഷഡ്ഡിയും ബ്രേസറും കുപ്പായും 4-5 എണ്ണമാണ് മാറ്റി വെച്ചേക്കണത്. ഞാൻ ഫ്ലാറ്റ് കയറി ചാവി എടുത്തിട്ട് പോയതാ, ലോക്കിട്ടിട്ട് പോയിട്ട് ചാവി തരൂല. അപ്പോഴത്തേക്ക് ഇവർ 3 ആളും ഇപ്പോൾ വരെ വേണമെങ്കിൽ നീ ഹൈഡായിട്ടൊന്ന് ചെക്ക് ചെയ്തോ. ആ ചെക്കൻ ചില ദിവസം ഫ്ലാറ്റിൽ ഇടയ്ക്കിടയ്ക്കേ വരുന്നുണ്ട്. അതിലൊരു ചെക്കന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, പിന്നെ മറ്റേ ചെക്കൻ എല്ലാവരും കാണാണ്ട് രാത്രി കയറുന്നുണ്ട്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കറക്റ്റ് അറിയുന്നുണ്ട്. ആടെ ഒരു CCTV ക്യാമറ ഫുട്ടേജ് ഉണ്ട്, അത് കണ്ടാൽ ഇവളെ ഈ നാക്കൊക്കെ അടക്കാം. കാരണം ഇവളെ അവനക്കും വേണ്ടിയിട്ട് എൻ്റെ വോയിസ് വെച്ചിട്ട് ഇടണ. എനിക്കെന്താ ഇടയ്ക്ക് സെൻഡ് അടിയുന്ന അവളോട് ഭയങ്കര മിസ്സാവണ്, ടെൻഷനാവണ്, കരച്ചിൽ വരുന്നു, എന്തൊക്കെയോ ആവണ്. അവൾക്കെന്താ പറ്റിയെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഇവിടുന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഇവിടുന്ന് അവസാനിപ്പിക്കണം ഒന്നും പറയാൻ പറ്റണില്ല. കയ്യും കാലൊക്കെ തളർന്ന് ഭ്രാന്തായി കിടക്കുക. എനിക്ക് എന്നെ ആരും എന്ത് പറയുന്നില്ലല്ലോടാ വിഷമം. ഞാനുണ്ടാകുന്ന സമയത്ത് ഒന്നിക്കൽ അവൾക്ക് കാരണം എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ ഫോൺ ഇതാക്കണം. മുന്നേ എന്നോട് പറയുന്നത്, എൻ്റെ 2-3 ദിവസം മുന്നേ ഒരു ചെക്കൻ്റെ ചാറ്റ് ഞാൻ പിടിച്ചിട്ട് ഞാൻ വാണിംഗ് കൊടുത്താണ്. ഞാൻ പറഞ്ഞു ഇനി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ്ട, ഇനി സോഷ്യൽ മീഡിയ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ വലുത്, നീയല്ല അങ്ങനെ എങ്ങനെയല്ല മറ്റേ എന്നോട് ഇതിട്ട് ഞാൻ ദേഷ്യം വരുമ്പോൾ പറയുന്നതായിരിക്കും. ഞാൻ പോയി ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ ഓൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ മാറ്റി, യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഒക്കെ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുവാണ്ട. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒന്നും ഉപയോഗിക്കണ്ട, സാധാ ഫോൺ മതി എന്ന് പറഞ്ഞിട്ട് അവളെ ഫോൺ ഞാൻ എന്താക്കി മാക്സിമം മേടിച്ചു. പിന്നെ ലാസ്റ്റ് ഇവള് ഭയങ്കര വാശി പിടിച്ച് അങ്ങനെ ആക്കൽ ഇങ്ങനെ ആക്കൽ. പിന്നെ എന്നോട് ലാസ്റ്റ് ആ ചാറ്റ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇപ്പോൾ കാത്തൊരു വീഡിയോ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, നീ ആരെ വേണം കൂട്ടിക്കൊണ്ടുവന്നോ, എനിക്ക് വിഷയമില്ല, ഞാനതേപോലെ പോവും, ഇപ്പോൾ പുറത്തിങ്ങനെ അറിയിക്കണ്ട ഇതാക്കണ്ട എന്നെല്ലാം പറയുമ്പോൾ ഞാനാകെ തളർന്നു പോയടോ അത് കേൾക്കുമ്പോൾ. ഞാൻ പറഞ്ഞു എന്തിനു ഞാൻ ജീവിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതാക്കിയതാണ്. അതാണ് ആ സമയത്ത് മരിക്കാൻ ആഗ്രഹം ഉണ്ടായത്. ഞാൻ പാതി മരണം കണ്ടിട്ട് വന്നവനാണ് ഞാൻ. അതിൽ നീ ഇതൊന്നും പുറത്ത് പറയണ്ട. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും, നിങ്ങൾ എന്തായാലും ഇടങ്ങേറാവും. കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമൻറ്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം. ഞാൻ പടച്ചോനൊന്നല്ല പറയാം, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കുണ്ട് ഫീലിങ്സ്. അപ്പം നിങ്ങൾ പറയുന്ന വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും. പിന്നെ ഇത്രയും നാൾ ഞാൻ കമൻസിന് അങ്ങനെ ഒന്നും റിപ്ലൈ കൊടുത്തില്ല. ഇന്ന് ഞാനിപ്പോൾ റീലിൽ കമൻറ്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് തെറി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിനെ പറയില്ല, എനിക്ക് കുറച്ച് മാന്യതുണ്ട്. കാരണം ആ ഉപ്പയും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന്. സോ അല്ല സഫേ, എന്നിട്ട് ഫുള്ള് അനുഭവിക്കുന്നത് ഇയാളപ്പോൾ. അതായത് റിഫനെ കുറിച്ച് പണ്ട് ഈ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങളും യൂട്യൂബിലുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഓഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കൊരു ചടപ്പായിരിക്കും.
കാരണം ഇതൊരു പാരലൽ വേൾഡാണ്. ചിലപ്പോൾ ഇവർ റീച്ചിന് വേണ്ടി കളിക്കുന്ന കളിയാവും കേട്ടോ, പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഉള്ളതാണെങ്കിൽ അന്ന് റിഫൻ്റെ ശാപം തന്നെയാണ് ഇപ്പം അനുഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ. ഒരു സംശയം കണ്ടിട്ട് അതിൽ അന്ന് റിഫ അനുഭവിച്ചതൊക്കെ ഇന്ന് സാഫിയ അനുഭവിക്കാം. അത്രേ ഇതിൽ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല, നത്തിങ്.